എന്ന സംസ്കാരം, സത്യസന്ധത എന്ന സൗന്ദര്യം. കാലിന്റെ ചെറിയൊരു വേദന കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ എനിക്ക് വിശ്രമിക്കേണ്ടി വന്നു. ആൾക്കൂട്ടവും തിരക്കുകളും ഒന്നുമില്ലാതെ സ്വസ്ഥമായിരുന്നു കുറച്ച് ദിവസങ്ങൾ. വേദനയുടെ നിമിഷങ്ങൾക്കും മധുരം തോന്നിയ നിമിഷങ്ങൾ. ആ നാളുകളിൽ ഒന്നിലാണ് അധ്യാപക ദിനവും കടന്നു വന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ 18 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നത് കണ്ടു. പിറ്റേ ദിവസം പത്രങ്ങളിൽ അതിന്റെ വിശദമായ വാർത്തകളും വായിച്ചു. അക്കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ ചോദ്യവും അതിനുള്ള ഉത്തരവും എനിക്ക് വളരെ ഇഷ്ടമായി. ചോദ്യം ഇതായിരുന്നു: എന്നെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്ന് താങ്കൾ കരുതിയിരുന്നോ? അതിനുള്ള മോദിയുടെ മറുപടി ഇങ്ങനെ: ഒരിക്കലുമില്ല. ഒരു സാധാരണ കുടുംബമായിരുന്നു എന്റേത്. പഠിക്കുമ്പോൾ ക്ലാസ് ലീഡർ പോലും ആയിട്ടില്ല. ആരെങ്കിലും ആവാനല്ല, എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യാനാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആവും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താം. മോദിയുടെ ഈ ഉത്തരത്തിന്റെ അവസാന ഭാഗത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആരെങ്കിലും ആവാനല്ല, എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്യാനാണ് സ്വപ്നം കാണേണ്ടത് എന്ന ഒരുപാട് മാനങ്ങളുള്ള മറുപടി. നോക്കി നിൽക്കെ വളരുകയും ആരെങ്കിലും ആവാൻ എന്തും ചെയ്യുകയും ചെയ്യുന്ന സംസ്കാരം ഉൾക്കൊള്ളാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശമായി എനിക്ക് ആ വാചകത്തെ തോന്നി. പെട്ടെന്ന് ഒന്നുമാവാതെ, ആരുമാവാതെ, അറിയപ്പെടാതെ ഒരു ദരിദ്ര ഗ്രാമീണ ബാലനായി സ്വപ്നം കണ്ടു വളർന്ന ഒരാൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന മറുപടി. അതിനേക്കാൾ അധികം നമ്മുടെ കാലത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർക്കാർ ഓഫീസിലെ ഫയലുകൾ നീങ്ങാത്തത് മുതൽ കുണ്ടും കുഴിയുമായി നരകം പോലെ കിടക്കുന്ന റോഡുകളുടെ അവസ്ഥ വരെ, കോടികളുടെ അഴിമതികൾ മുതൽ അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥ വരെ, മാലിന്യ നിർമാർജനം മുതൽ മതകലഹങ്ങൾ വരെ, ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുക, അതിൽ ആനന്ദം കണ്ടെത്തുക. ഇതൊരു ജീവിത തത്വം മാത്രമല്ല, സംസ്കാരം കൂടിയാണ്. സന്തുലിതമായ ഒരു സമൂഹ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യം. കഴിഞ്ഞ 36 വർഷങ്ങളായി അഭിനയം മാത്രമാണ് ഞാൻ ചെയ്ത ഏക തൊഴിൽ. എന്റെ അന്നം അത് മാത്രമായിരുന്നു, ഇപ്പോഴുമാണ്. ചെയ്യുന്ന ഈ ജോലി ഏറ്റവും ആത്മാർത്ഥമായും സത്യസന്ധതയോടും മാത്രമേ ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് സമൂഹത്തിനോടുള്ള എന്റെ സമർപ്പണം. സിനിമകൾ ചിലത് വിജയിച്ചിരിക്കാം, പലതും പരാജയപ്പെട്ടിരിക്കാം. അത് അവയുടെ ജന്മഫലം. എല്ലാ കളികളിലും വിജയം എന്നൊന്നില്ലല്ലോ. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. വിജയം മാത്രമേ സ്വീകരിക്കൂ എന്ന ഒരവസ്ഥ ജീവിതത്തിലില്ലാതാനും. പരാജയപ്പെട്ടു എന്ന് പറയുന്ന സിനിമകൾ ചെയ്യുമ്പോഴും തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നെയാണ് ഞാൻ അവയിൽ അഭിനയിച്ചത്. ഒരു നടൻ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ സാധ്യതകളും അധ്വാനവും ഞാൻ അവയ്ക്കും നൽകിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും മായം കലർത്തിയിട്ടില്ല. ഈ 36-ാം വർഷവും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന അതേ ആവേശത്തോടെയാണ് ഞാൻ ഓരോ സിനിമയെയും സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിനയം എന്ന തൊഴിലിൽ ഞാൻ നിറഞ്ഞ ആനന്ദം അനുഭവിക്കുന്നു. ചെയ്യുന്ന ജോലി അതെത്ര ചെറുതുമാവട്ടെ, ആത്മാർത്ഥമായും സത്യസന്ധമായും ഓരോരുത്തരും ചെയ്താൽ കേരളം എന്ന നമ്മുടെ ദേശം പല കാര്യത്തിലും ഇത്രയും മോശമായ ഒരവസ്ഥയിൽ എത്തില്ലായിരുന്നു. റോഡായ റോഡെല്ലാം മനുഷ്യന് പോയിട്ട് മാടുകൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത നിലയിൽ ആക്കിയതിന് ആരാണ് ഉത്തരവാദി? റോഡ് ഉണ്ടാക്കിയവനും ഉണ്ടാക്കിച്ച ആളും തന്റെ ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥമായിരുന്നു, സത്യസന്ധരായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ഇത്രയും സഹിക്കാൻ നാം എന്ത് തെറ്റ് ചെയ്തു? 600 കിലോമീറ്ററിനുള്ളിൽ 6000 കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ട സമയം ഗതാഗത കുരുക്കുകളിൽ നമുക്ക് കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് പെയ്യുന്ന മഴ പോലെ വരുന്ന ഹർത്താലുകളിൽപ്പെട്ട് വലയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിഷം തളിച്ച പച്ചക്കറികൾക്കൊപ്പം തീരാത്ത വിവാദങ്ങളും ഭക്ഷിച്ച് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുഞ്ഞ് ഫയൽ നീങ്ങാൻ വൃദ്ധനായ പെൻഷൻകാരൻ ശ്വാസം മുട്ടിക്കിതച്ച് പലതവണ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കലോത്സവങ്ങൾ പോലും കലഹപ്പന്തലുകളാവുന്നത് എന്തുകൊണ്ടാണ്? പാലങ്ങൾ പൊളിഞ്ഞു വീഴുന്നതും പാറകൾ തുരന്ന്
ഭൂമി ഇല്ലാതാവുന്നതും കുന്നുകൾ നിരത്തപ്പെടുന്നതും എന്തുകൊണ്ടാണ്? എനിക്കൊരുത്തരമേ ഉള്ളൂ. നാം എങ്ങനെയെങ്കിലും ആരെങ്കിലും ആവാനോ എന്തെങ്കിലും നേടാനോ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മാർത്ഥമായും സത്യസന്ധമായും എന്തെങ്കിലും ചെയ്യാൻ സ്വപ്നം കാണുന്നില്ല, ചെയ്യുന്നുമില്ല.